Hi, welcome to my channel. ഞാൻ ഷിബി നസീർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഒരു മോഡലാണ്. ഭയങ്കര റിസൾട്ടുണ്ട് കേട്ടോ ഈ ഒരു മോഡൽ. ഞാനൊക്കെ ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് പുതിയ കളക്ഷനൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. കൊക്കാല ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡലാണ് ഇന്നത്തെ നമ്മുടെ മോഡൽ. ഇത് 4 ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട്. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ശരിക്കും മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയും. ശരിക്കും റോയൽ ബ്ലൂവും നേവി ബ്ലൂവും മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇപ്പോൾ ഡാർക്ക് നേവി റോയൽ ബ്ലൂ നല്ല ഡാർക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മിഡ് നൈറ്റ് ബ്ലൂ ഗൂഗിളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കറക്റ്റ് കളറാണ്. ഭയങ്കര റിസൾട്ടാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. നോക്കി, നമുക്ക് 1 ലെയർ ഇട്ട് കഴിഞ്ഞാലും ഏത് മോഡൽ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള വർക്കാണ്. ഞാനൊന്ന് അടുത്ത് കാണിച്ചാൽ കേട്ടോ. കണ്ടോ, ഇത്രയും ഹെവി വർക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് സാധാരണ വരുന്ന പോലെയല്ല. ഇത് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് പാനൽ കട്ടാണ്. നിങ്ങൾക്ക് താഴെ കാണുന്നുണ്ടാവും. പാനൽ കട്ടാണ്. നല്ല ഫ്ലെയർ വരുന്നുണ്ട്. ഒരുപാട് ടൈം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മോഡലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മേലേന്ന് തന്നെ നമുക്കിതിൽ ചെറിയ ചെറിയ പാനൽസ് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാക്കിലായാലും സെയിം പോലെ പാനലാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും പാനൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തൊരു ഷോപ്പിൽ പോയിട്ട് ഇതുപോലെ പാനൽ കട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 1500 ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് വരും. കാരണം പാനൽ നല്ല ടൈം എടുത്ത് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര റേറ്റ് കുറവിലാണ് നമ്മുടെ ഈ ഒരു മോഡൽ കിട്ടാട്ടോ. നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട്. കുറച്ച് ഓർഡർ നമുക്ക് പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ ഒരുവിധം നമ്മൾ ഓക്കെ ആക്കി വരികയാണ്. കുറച്ച് നാൾ മൊബൈലൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് കുറേ പേർക്ക് ഓർഡർ ഡിലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാം ഓക്കെ ആക്കി വരികയാണ്. പെട്ടെന്ന് തന്നെ ഇനി ആർക്കെങ്കിലും ഇതുപോലെ പ്രൊഡക്റ്റ് കിട്ടാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതിൽ 4 കളർ വരുന്നുണ്ട്. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ്. സെക്കൻഡ് വന്നിട്ടുള്ളത് നല്ല റെഡിഷ് മെറൂണാണ് കേട്ടോ. കുറച്ച് റെഡ് കൂടുതൽ വരുന്ന ഒരു റെഡിഷ് മെറൂണാണ്. ഇതും നല്ല അടിപൊളി കട്ടിങ്ങിലാണ്. നോക്കി, വർക്ക് നമുക്ക് പാർട്ടി വെയറായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മോഡലാണ്. പാനലിൽ ഇങ്ങനെ വന്നിട്ട് നല്ല ഫ്ലയർ, താഴത്തോട്ട് നല്ല ഫ്ലയർ വരുന്നുണ്ട്. ചെറിയ ചെറിയ കട്ടിങ് വെച്ചിട്ട് അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് ചെയ്യുന്ന വർക്കാണ്. അതേപോലെ തന്നെ നമ്മളിതൊരു ഫുൾ സ്ലീവ് അല്ല, ഒരു 3/4 സ്ലീവ്, ഒരു 18 ഇഞ്ച് ലെങ്ത്തിലാണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത്. സ്ലീവിലും നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വർക്ക് കൊടുക്കുമ്പോൾ ചെറിയൊരു ഫുള്ളായിട്ടും ഗോൾഡ് കളർ കൊടുക്കാതെ ചെറിയൊരു കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിലെല്ലാം റെഡിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് ബ്ലൂ ആണ്. ബ്ലൂവിൽ റെഡ് ഇങ്ങനെ ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഷോള് പ്ലെയിൻ ആയിട്ടാണ്, നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഷോള് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല റെഡിഷ് മെറൂണാണ്. കുറച്ച് റെഡാണ് ഇതിൽ കൂടുതലായിട്ട് നിൽക്കണം കേട്ടോ. തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമുക്കിതിൽ പീച്ച് കളറിൽ വന്നിട്ടുണ്ട്. പീച്ച് കളറിൽ നോർമൽ അങ്ങനെ വരാറില്ല. ഞാനിത് വെയർ ചെയ്തിട്ടുള്ള പിക്കിടാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ വെയർ ചെയ്ത് നോക്കിയ ഷെയ്ഡാണ്. നല്ല രസമുണ്ട്. നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഷെയ്ഡല്ല. അപ്പോൾ ഇതാ ഇതിൽ നോക്കി കണ്ടോ, നല്ല ഇതിലും ചെറിയൊരു മെറൂൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. നമുക്കിനി ലാസ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിൽ നിങ്ങൾ നോക്കി എന്ത് ഭംഗിയായി വർക്കെന്ന്. നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ്. എല്ലാം 15 to 20 ഡേയ്സ് വർക്കിംഗ്, 15 to 20 വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറയണേ. നല്ല ഹെവി ആയിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ തന്നെ അത്യാവശ്യം ടൈം എടുക്കും കേട്ടോ. അത്രയും ടൈം എടുത്തിട്ടാണ് ഈ ഒരു വർക്കൊക്കെ ചെയ്തെടുക്കുന്നത്. ഒരുപാട് വർക്കേഴ്സ് ഇരുന്ന് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് കിട്ടുന്നത് നമുക്ക്. നിങ്ങൾക്ക് ജസ്റ്റ് പുറത്ത് ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ടോ മറ്റോ നിങ്ങൾക്ക് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് അറിയാനായിട്ട് പറ്റും. നമ്മൾ വളരെ കുറവിൽ കൊടുക്കുന്നത് കൊണ്ടും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല ഓർഡർ വരുന്നത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ നമ്മൾ ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്. ഓർഡർ ഡിലേ വന്നിട്ടുണ്ടെന്നത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് എവിടെയും പറയാതെ ഇരുന്നിട്ടില്ല, അതിനുള്ള റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല ഹെവി വർക്കൊക്കെ റേറ്റ് കുറവിൽ വരുമ്പോൾ ഓർഡർ എന്തായാലും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ പർച്ചേസ് ചെയ്യണേ. അറിയാത്തവർ മാത്രം സ്ക്രീനിലെ വാട്സപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യാം. കാരണം വെബ്സൈറ്റിൽ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പോ ഇൻസ്റ്റയൊക്കെ എടുക്കുമ്പോഴും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയെന്ന് വരില്ല. വെബ്സൈറ്റ് ആകുമ്പോൾ നമുക്ക് പറയാതെ തന്നെ അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഷിപ്പിംഗ് ചാർജും റീഫണ്ട് പോളിസിയും എല്ലാം അതിൽ തന്നെ ഉണ്ട്. അതിനാണ് നമ്മൾ വെബ്സൈറ്റ് ചെയ്യുന്നത്. ഒരാളിരുന്ന് ഓർഡർ എടുക്കുന്ന ആ ഒരു ഡിലേ, പിന്നെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം പറയാൻ. അപ്പോൾ അതിനാണ് നമ്മൾ വെബ്സൈറ്റിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് www.larosa.com എന്ന് അടിച്ചു കൊടുക്കണം. നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണ്ട കേട്ടോ. ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് ചെല്ലുക. ഇതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ പ്രൊഡക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ റൈറ്റ് സൈഡിൽ മേലെയായിട്ട് 3 ഐക്കൺ കാണുന്നുണ്ടല്ലോ, അതിൽ സെൻറ്ററിൽ വരുന്നതാണ് നമ്മൾ രജിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ അതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, ലോഗിൻ ചെയ്താലും മതിയാവും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ID, അതിന് നമുക്കിഷ്ടമുള്ള പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാം. ആ പാസ്വേഡൊക്കെ ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സെൻറ്ററിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് വരിക. നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിൽ യൂസർ നെയിം, ഇമെയിൽ ID, പാസ്വേഡൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ നമ്മുടെ പേരടിച്ച് കൊടുക്കണം, ഇമെയിൽ അടിച്ചു കൊടുക്കണം. ഇമെയിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള മെയിൽ ID കൊടുത്തതിന് ശേഷം പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക. കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ളത് ചെയ്യണം. അതിനായിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ച് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പിന്നെ എന്തെങ്കിലും നമ്പേഴ്സൊക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു റെഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രമാണ് വരുന്നുള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഹോം പേജിലോട്ട് പോകണം. അപ്പോൾ വീണ്ടും ഇതേപോലെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു പേജിൽ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മോഡലിൽ തന്നെ 3 കളേഴ്സ്, ഇപ്പോൾ 4 കളേഴ്സൊക്കെയാണ് വരണമെങ്കിൽ തൊട്ട് താഴെ നമുക്ക് സൈസിൻ്റെ ആ ഒരു ഓപ്ഷൻ വരും. സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലെ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ആ ഓരോ കളേഴ്സിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളേഴ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതല്ലാതെ സാധാരണ പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ 4 ഫോട്ടോസായിട്ട് നമുക്ക് ആദ്യം തന്നെ വരില്ല. സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കളർ ഓപ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ഇഷ്ടപ്പെട്ട സൈസ്, കളറ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീഡ് ടു ചെക്കൗട്ട് കാണാം. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിംഗ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമുക്ക് ബില്ല് ചെയ്യേണ്ട പേര് കൊടുക്കാം. ഇപ്പോൾ ബില്ലിംഗ് പേരും നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട പേരും ഒന്നാവണമെന്നില്ല കേട്ടോ. കാരണം ബില്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേറൊരു വീട്ടിലേക്കാണ് ഈ പ്രൊഡക്റ്റ് വരേണ്ടതെങ്കിൽ ബില്ല് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും വേറെ വേറെ അഡ്രസ്സ് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷോപ്പ് അഡ്രസ്സാണ് കൊടുക്കണേ. ഇതിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ജില്ല കൊടുക്കണം.
അതുപോലെ തന്നെ പിൻകോഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇതിൽ വരുന്നുള്ളൂ. ബില്ല് ചെയ്യേണ്ടതും ഷിപ്പ് ചെയ്യേണ്ടതും ഒരേ അഡ്രസ്സ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇതിലൊരു ക്ലിക്ക് കാണുന്നത് നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വന്നതിന് ശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മളെത്തും. ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഫോൺ പേ ഒക്കെ ആണെങ്കിൽ നേരിട്ട് അതിൻ്റെ തന്നെ പേജിലോട്ട് ചെല്ലും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കാർഡാണെങ്കിലും നമ്പറും മറ്റുള്ള കാര്യങ്ങളും അടിച്ചു കൊടുക്കണം. ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് എന്നുള്ള ഈ ഒരു പേജിലോട്ട് വരും കേട്ടോ. ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാണിക്കണില്ല. മുന്നേ പേയ്മെൻറ്റ് ചെയ്തത് കാണിച്ചപ്പോൾ വീഡിയോ തന്നെ യൂട്യൂബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് കാണിക്കാൻ പാടില്ലായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു പേജിലോട്ടാണ് വരിക. ഇതിൽ നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഓർഡർ നമ്പർ എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും.